തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അതൊരു വലിയ ദുരന്തത്തിന്റെ കൂടി സ്മാരകമായി നിൽക്കുന്നുണ്ട്. ആ തോട് വൃത്തിയാക്കണം എന്ന ആവശ്യവും അതിൽ റെയിൽവേയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ കാര്യമായി നടന്നതാണ്. ഈ തോടിന്റെ റെയിൽവേ ടണൽ വൃത്തിയാക്കുന്ന ദൗത്യം അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു. ടണലിന് പുറത്ത് ശേഷിക്കുന്ന 65 മീറ്റർ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ആമിഴഞ്ചാൻ തോട്ടിൽ വീണ് ജോയ് എന്ന ശുചീകരണ തൊഴിലാളി മുങ്ങി മരിച്ചതോടെയാണ് മാലിന്യ നീക്കം വേഗത്തിലായത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ശുചീകരണം ആരംഭിച്ചത്. ഇടയ്ക്കിടെ പെയ്ത മഴ തടസ്സം സൃഷ്ടിച്ചെങ്കിലും കഴിഞ്ഞയാഴ്ചയോടെ ടണലിനടിയിലെ മാലിന്യം ഏറെക്കുറെ നീക്കി. റെയിൽവേ ടണലിന് അടിയിലൂടെയുള്ള തോടിന്റെ 117 മീറ്ററിൽ 1200 ഘനമീറ്റർ മാലിന്യമാണ് നീക്കം ചെയ്തത്. ഫെൻസിംഗ് അടക്കം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽപ്പെടുത്തി അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി തരികയാണ്. അതിന്റെ ഭാഗമായി റെയിൽവേ ട്രാക്കിനടിയിലുള്ള ഏതാണ്ട് 117 മീറ്റർ നീളത്തിൽ 1200 ഘനമീറ്റർ എക്കലും ചെളിയും മണ്ണുമെല്ലാം മാറ്റപ്പെട്ടു. അതിന്റെ വെളിയിൽ ഏതാണ്ട് 65 മീറ്ററോളം വരുന്ന സ്ഥലത്ത് 1300 ഘനമീറ്ററോളം വരുന്ന അഴുക്ക് ചാലിൽ പെട്ടിട്ടുള്ള ചെളിയും വെക്കലുമെല്ലാം പൂർണ്ണമായി നീക്കുന്നതിനുള്ള നടപടികൾ വരുന്ന ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കും. 63 ലക്ഷം മുടക്കി ജലസേചന വകുപ്പ് നടത്തിയ ഡീസിൽറ്റേഷൻ അടക്കമുള്ള പ്രവർത്തികളാണ് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു വരുന്നത്. നഗര വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽ നിന്ന് പണം ചെലവാക്കിയാണ് പ്രവൃത്തി നടപ്പാക്കുന്നത്. അതേസമയം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹകരണവും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു. അതിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന പ്രവൃത്തിയിൽ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മരണമുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഗതിവേഗം കൂട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചത്. അങ്ങനെ വന്ന സന്ദർഭത്തിൽ ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യപടി. റെയിൽവേ അക്കാര്യത്തിൽ പൂർണ്ണമായൊരു സഹകരണം നൽകാൻ തയ്യാറായില്ല. ആമയിഴഞ്ചാൻ തോട്ടിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് 12 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. പഴവങ്ങാടി തോടിൽ പനവിള മുതൽ കോൺഫ്ലുവൻസ് പോയിന്റ് വരെയുള്ള ഡീസിൽറ്റേഷൻ, ക്ലീനിംഗ്, മറ്റ് അറ്റകുറ്റപ്രവർത്തികൾ എന്നിവയ്ക്ക് 30 ലക്ഷം രൂപയുടെ ഭരണാനുമതിയും മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ വേലി കെട്ടാൻ 5.54 കോടി രൂപയും നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.